സ്കൂള് മൊഡ്യൂൾ 3 അസൈൻമെൻറ്റ്സ് വന്നിട്ടുണ്ട്. നമുക്ക് 2 ആക്ടിവിറ്റികളാണ് അസൈൻമെൻറ്റിൽ പറയുന്നത്. ഒന്നാമത്തെ പ്രസൻറ്റേഷൻ തയ്യാറാക്കാം എന്നുള്ളതും രണ്ടാമത്തെ കൈറ്റ് ബോർഡ് ഫയൽ തയ്യാറാക്കാം എന്നുള്ളതും. നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് പ്രസൻറ്റേഷൻ തയ്യാറാക്കാം എന്നുള്ള ആക്ടിവിറ്റിയാണ്. അപ്പോൾ അതിൽ മാനദണ്ഡങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ലിബ്രെ ഓഫീസ് ഇംപ്രസ് സോഫ്റ്റ്വെയറിൽ പരിസ്ഥിതി അതായത് പ്രകൃതി സംരക്ഷണ ദിനത്തോടനുബന്ധിച്ചിട്ട് ഒരു ഇംപ്രസ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ലിബ്രെ ഓഫീസ് ഇംപ്രസ് ഒന്ന് ഓപ്പൺ ചെയ്യാം. നമുക്ക് ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് അതിനായിട്ട് ആദ്യം നമ്മൾ ഈ ഒരു ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ, ഇത് രണ്ടും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഡിലീറ്റ് ബട്ടൺ, നമ്മുടെ കീബോർഡിലെ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇത് പോകുന്നത് കാണാം. അപ്പോൾ തന്നെ നമുക്ക് വേറൊരു കാര്യം സൈഡിൽ കാണാം. ലേഔട്ട്സ് എന്നുള്ളതിൻ്റെ താഴെ പല ടൈപ്പിൽ, അതായത് ഒന്ന് പ്ലെയിൻ ലേഔട്ടാണ്, അതായത് ഒന്നുമില്ല. രണ്ടാമത്തിൽ വേറെ ബോക്സുകളായിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് പ്ലെയിൻ ലേഔട്ട് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ തന്നെ നമ്മുടെ ബാക്കിയുള്ള ഒരു ബോക്സും കൂടി ഇവിടെ നിന്ന് പോകുന്നതായിരിക്കും. ഇനി നമുക്ക് ആദ്യമായിട്ട് ചെയ്യാനുള്ളത്, ഒന്നാമത്തെ സ്ലൈഡിൽ റിസോഴ്സ് ഫോൾഡറിൽ തന്നിട്ടുള്ള nature.png എന്ന ചിത്രം മാതൃക പോലെ ക്രമീകരിക്കാനാണ് പറയുന്നത്. ഇതാണ് മാതൃക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്ലൈഡിൽ ഇങ്ങനെയാണ് വരേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ആ ഒരു ചിത്രം ഇൻസേർട്ട് ചെയ്യാം. അതിനായി നമുക്ക് ആദ്യം ഇൻസേർട്ടിൽ പോവാം. അതിൽ ഇമേജ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. എവിടെയാണോ നമ്മുടെ ആ ഒരു റിസോഴ്സ് ഫോൾഡർ ഉള്ളത് അതിലേക്ക് റിസോഴ്സ് ഫോൾഡർ, അപ്പോൾ അതിലേക്ക് നമ്മൾ ലൊക്കേഷൻ കറക്റ്റായി കൊടുക്കാം. ഇതിലൊറ്റ ഒരു ഇമേജേ ഉള്ളൂ, nature.png എന്നുള്ളത്. നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ആ ഒരു പിക്ചർ വരുന്നതായിരിക്കും. നമുക്ക് ആ ഒരു മാതൃകയിലുള്ള പോലെ തന്നെ ഇത് ഫുള്ളായിട്ട് ക്രമീകരിക്കാം. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു വേൾഡ് നേച്ചർ കൺസർവേഷൻ ഡേ എന്നുള്ളതിൻ്റെ താഴെയായിട്ടൊരു ഷേപ്പ് ഇതിൽ കൊടുത്ത പോലെ, മാതൃകയിൽ കൊടുത്ത പോലെ തന്നെ ഒരു ഷേപ്പ് ഉൾപ്പെടുത്തണം. എന്നിട്ട് നമ്മുടെ സ്കൂളിൻ്റെ പേരാണ് അതിൽ എഴുതേണ്ടത്. അപ്പോൾ അതിന് ആദ്യമായിട്ട് നമുക്ക് അതിന് ഷേപ്പ് ആദ്യം നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ആ ഒരു ഇമേജ് മുഴുവനായിട്ട് ആ ഒരു സൈസിലേക്ക് മാറ്റി, ആ ഒരു ക്യാൻവാസിൻ്റെ കവർ ചെയ്യുന്ന പോലെ ആ ഒരു ഇമേജിനെ മാറ്റി. അപ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പ് അതിൻ്റെ മുകളിൽ വരയ്ക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ഇമേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഓരോ ബോക്സസ് 4 സൈഡും വരും. അടുത്ത ഒരു ബോക്സ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതാക്കാം, ഇമേജ് ഒന്ന് ചെറുതാക്കാം. എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ റെക്റ്റാങ്കിളാണ് എടുക്കുന്നത്. അതിൽ റെക്റ്റാങ്കിളാണ് മാതൃകയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് റെക്റ്റാങ്കിൾ തന്നെയാണ് എടുക്കുന്നത്. നമുക്കൊന്നുമില്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഷേപ്സ് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ ഒരു ഡയമണ്ട് ഷേപ്പ് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ബേസിക് ഷേപ്സ് ഒക്കെ വരും. അപ്പോൾ അതിൽ നിന്ന് റെക്റ്റാങ്കിൾ ചൂസ് ചെയ്യാം. ഞാനിവിടെ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ സ്കൂളിൻ്റെ പേര് എഴുതാൻ പാകത്തിൽ റെക്റ്റാങ്കിളിനൊരു വലിപ്പം, പക്ഷെ അത് ഒരുപാട് വലുതാവാനും പാടില്ല, കാരണം ഈ ഒരു ഗ്യാപ്പിൽ അത് കൊള്ളണം. അപ്പോൾ അങ്ങനെ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഇത് നമ്മൾ ഷേപ്പ് ഇൻസേർട്ട് ചെയ്തു. ഇനി അതിൽ പറയുന്നത്, ചോദ്യത്തിൽ പറയുന്നത് ഷേപ്പിനുള്ളിലെ നിറം പച്ചയായി, അതായത് ഡാർക്ക് ഗ്രീൻ 3 എന്ന് ക്രമീകരിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഷേപ്പിൽ റൈറ്റ് ക്ലിക്ക് കൊടുക്കാം. എന്നിട്ട് ഏരിയ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. അതിൽ നമുക്കിവിടെ കളേഴ്സ് കാണാം. ഡാർക്ക് ഗ്രീൻ 3 എന്നുള്ളതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് ഗ്രീനിൻ്റെ സെക്ഷൻ. അതിൽ ഇത് ഡാർക്ക് ഗ്രീൻ 2, ഇതാണ് ഡാർക്ക് ഗ്രീൻ 3 എന്നുള്ളത്. അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഓക്കെ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു ഷേപ്പ് ഡാർക്ക് ഗ്രീൻ 3യിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഷേപ്പിനുള്ളിൽ നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് ചേർക്കുക എന്നാണ് പറയുന്നത്.
അപ്പോൾ അതിനായിട്ട് ആദ്യമായിട്ട് തന്നെ നമുക്ക് ആ ഒരു ഷേപ്പിനുള്ളിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു റൈറ്റിംഗ് എന്നുള്ളതിൻ്റെ ആ ഒരു ഇത് വരും, കഴ്സർ. എന്നിട്ട് നമ്മുടെ സ്കൂളിൻ്റെ പേര് എന്താണോ അത് നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇനി അത് അവർ പറഞ്ഞ ഫോണ്ടിലേക്ക് മാറ്റണം. അതേപോലെ ബോൾഡ് ആക്കണം. ഫോൺ സൈസ് 16 ആണ്, കളർ വൈറ്റ് ആണ്. അപ്പോൾ നമുക്കത് ആദ്യം ആ ഒരു നമ്മുടെ സ്കൂളിൻ്റെ പേര് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്കതിൽ ക്യാരക്ടർ എന്നുള്ളതിൽ പോവാം. അപ്പോൾ അതിലവർ കൃത്യമായിട്ട് ഫോണ്ട് നമ്മുടെ ഇംഗ്ലീഷാണ്, അതായത് വെസ്റ്റേൺ ടെക്സ്റ്റാണ്. അപ്പോൾ അതിൽ കലേഡിയ എന്നാണ് ആ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. കലേഡിയ ബോൾഡായിരിക്കണം. സ്റ്റൈലിൽ പോയിട്ട് ബോൾഡാക്കാം. സൈസ് 16 ആണ് അതിൽ പറയുന്നത്. അതേപോലെ കളറ് വൈറ്റ് ആണ്. നമുക്കതിൽ ഫോണ്ട് കളർ എന്നുള്ളതിൽ വൈറ്റ് തന്നെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഓക്കെ കൊടുക്കാം. അപ്പോൾ തന്നെ ആ ഒരു ഫോണ്ട് രൂപമാറ്റം വന്നിട്ടുണ്ടാവും. നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ പുറത്തൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ ഒരു സ്കൂളിൻ്റെ പേര് വളരെ ചെറുതുപോലെ ഉണ്ട് ആ ബോക്സിൽ. അപ്പോൾ ബോക്സിന് ഇത്ര വലിയ സൈസ് വേണ്ട. അപ്പോൾ നമുക്ക് ആ ഒരു ബോക്സിൻ്റെ സൈസ് കുറയ്ക്കാൻ പുറത്തൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് പിന്നെ ആ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ വരും. അതിൽ നമുക്ക് ആ ഒരു സൈസ് കുറയ്ക്കാവുന്നതാണ്. അപ്പോൾ ഏകദേശം ആ ഒരു സ്കൂളിൻ്റെ സൈസും ആ ഒരു ബോക്സും ഏകദേശം കറക്റ്റായി. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ഇതിലേക്ക് ആ ഒരു ബോക്സ് എടുത്ത് വെക്കണം. ബോക്സ് അങ്ങനെ സെലക്ട് ചെയ്യാം. എന്നിട്ട് അങ്ങനെ എടുത്തിട്ട് നമുക്ക് ഇത് ഈ ഒരു ഭാഗത്ത് വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ഇമേജിലൊന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മേൽഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് മുകളിലേക്ക് കൃത്യമായിട്ട് മാതൃകയിലുള്ള പോലെ വെക്കാം. ഇപ്പം നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മുടെ ആ ഒരു സ്കൂളിൻ്റെ പേര് കൃത്യമായിട്ട് ആ ഒരു ഇതിൻ്റെ താഴെ വന്നിട്ടുണ്ട്. ഇനി അത് അല്ല മാറ്റണം എന്നാണ്, എങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബോക്സിൽ ക്ലിക്ക് ചെയ്തിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറുതായിട്ട് നമുക്ക് മാറ്റണമെങ്കിൽ മാറ്റാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്ലൈഡ് തയ്യാറായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് പറയുന്നത് തുടർന്നുള്ള 4 സ്ലൈഡുകളിൽ, അപ്പോൾ ഇനി നമുക്ക് 4 സ്ലൈഡാണ് മൊത്തത്തിൽ ഉണ്ടാക്കേണ്ടത് ഇനി. അപ്പോൾ അതിൽ വേൾഡ് നേച്ചർ കൺസർവേഷൻ ഡേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങൾ ജെമിനി എയുടെ സഹായത്തോടെ ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ സാമ്പിൾ പ്രോംപ്റ്റ്, നമുക്ക് ഈ ഒരു പ്രോംപ്റ്റ് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി ജെമിനിയിൽ. അത് നമ്മുടെ PDF-ൽ തന്നെ തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ബ്രൗസർ ഓപ്പൺ ചെയ്യാം. ഇനി നമുക്കതിൽ ജെമിനി AI, ഗൂഗിൾ ജെമിനി നമുക്ക് എടുക്കാം. ഇതിൽ ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഡീറ്റെയിൽസ് കാണുന്നത്. ലോഗിൻ ചെയ്യാത്തവർ ലോഗിൻ ചെയ്യാം. എന്നിട്ട് നമുക്ക് ആ ഒരു സാമ്പിൾ പ്രോംപ്റ്റ് ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം. ഇവിടെ നമുക്കത് പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് സബ്മിറ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനൊരു റെസ്പോൺസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് 4 സ്ലൈഡിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാം. ചോദ്യത്തിൽ പറയുന്നുണ്ട് രണ്ടാമത്തെ സ്ലൈഡിൽ ഉള്ളടക്കത്തിന് യോജിക്കുന്ന ചിത്രവും ഉൾപ്പെടുത്തണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് ആദ്യം നമുക്കൊരു സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ പോവാം, എന്നിട്ട് റൈറ്റ് ക്ലിക്ക് കൊടുക്കാം, ന്യൂ സ്ലൈഡ് എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു പുതിയൊരു സ്ലൈഡ് നമുക്കവിടെ കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്കതിൽ പ്ലെയിൻ സ്ലൈഡ് എന്നുള്ളത് മാറ്റിയിട്ട് ഈ ഒരു പ്രോപ്പർട്ടീസ് എന്നുള്ളതിൽ പോയി കഴിഞ്ഞാൽ ലേഔട്ട്സ് കാണും. ഇതിൽ നമുക്ക് രണ്ടാമത്തെ ലേഔട്ട്, ഈ ഒരു ലേഔട്ട് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ അത് 2 ബോക്സ്, ഇതൊരു ബോക്സ്, താഴെ ഒരു ബോക്സ്, ഈ രീതിയിൽ നമുക്ക് വരും. ഇനി നമുക്ക് ഒന്നാമത്തെ റെസ്പോൺസ് കോപ്പി ചെയ്യാം.
സ്ലൈഡ് 1 ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ്. കോപ്പി ചെയ്യാം. എന്നിട്ട് ഇവിടെ സെൻറ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കഴ്സർ വരും. റൈറ്റ് ക്ലിക്ക് കൊടുക്കാം, പേസ്റ്റ് എന്ന് കൊടുക്കാം. അതിൻ്റെ ഫോണ്ട് ഒന്ന് കുറയ്ക്കാം. ഇനി നമുക്ക് സെൻറ്ററിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. ഇതങ്ങനെ നമുക്ക് കോപ്പി ചെയ്യാം. ഇവിടെയാണ് നമുക്ക് പേസ്റ്റ് ചെയ്യേണ്ടത്. പക്ഷേ പേസ്റ്റ് ചെയ്യുന്ന മുന്നേ ആയിട്ട് ഇവിടെ ഫോണ്ട് സൈസ് ശ്രദ്ധിക്കുക. 32 വരുന്നത്. 32 എന്നുള്ള സൈസിൽ നമ്മൾ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മുഴുവനായിട്ട് സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. അതായത് ഈ ഒരു ബോക്സിൽ ഇത് നിൽക്കില്ല കണ്ടൻറ്റ്. അപ്പോൾ നമ്മൾ 32 എന്നുള്ള സൈസ് നമ്മൾ ചെറുതാക്കണം. ഏകദേശം ഒരു 15-16 ആക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യാനുസരണം നമുക്കത് മാറ്റാവുന്നതാണ്. റൈറ്റ് ക്ലിക്ക് കൊടുക്കാം, പേസ്റ്റ്. നമ്മൾ ആ ഒരു ബോക്സിനുള്ളിൽ കാര്യങ്ങൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൊരു പിക്ചർ ഇൻസേർട്ട് ചെയ്യണം. രണ്ടാമത്തെ സ്ലൈഡ് ഉള്ളടക്കത്തിന് അനുയോജ്യമായിട്ടുള്ളൊരു ചിത്രം ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ചിത്രം ഉൾപ്പെടുത്താൻ ആദ്യം ബ്രൗസർ എടുത്തിട്ട് വേൾഡ് നേച്ചർ കൺസർവേഷൻ ഡേ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഇമേജസിൽ പോവാം. അപ്പോൾ ഇങ്ങനെ കുറേ ഇമേജസ് വരും. നമ്മൾ ഏതെങ്കിലും ഒരു ഇമേജിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒന്നില്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. ഇവിടെ ഞാനിവിടെ സ്ക്രീൻഷോട്ട് എടുക്കുകയാണ്. സ്ക്രീൻഷോട്ട് എടുക്കുന്നതിനായിട്ട് നമ്മൾ കീബോർഡിൽ പ്രിൻ്റ് സ്ക്രീൻ എന്നുള്ള ആ ഒരു കീ പ്രസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. എന്നിട്ട് നമുക്ക് സെലക്ഷൻ, ഈ ഒരു സെലക്ഷൻ എന്നുള്ളതിലാണ് ഞാൻ ക്ലിക്ക് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് എവിടെയാണോ വേണ്ടത് ഇങ്ങനത്തെ ഒരു ബോക്സ് വരും. അപ്പോൾ അതിൻ്റെ 4 ഭാഗവും ക്ലിക്ക് ചെയ്തിട്ട് എത്ര ഭാഗമാണോ വേണ്ടത് അത് മാത്രം നമ്മൾ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഈ ഒരു സർക്കിളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ ഒരു സ്ക്രീൻഷോട്ട് സേവ് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഈ ഒരു ബോക്സ് ഒന്ന് ചെറുതാക്കണം. കാരണം ഇവിടെ പിക്ചർ ഇൻസെർട്ട് ചെയ്യാനുള്ള സ്പേസ് ഇല്ല. അപ്പോൾ ഈ ഒരു ബോക്സിനുള്ളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്ക്വയർ ഷേപ്പിലുള്ളത് വരും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് ഡ്രാഗ് ചെയ്യാം. നമുക്ക് ഏകദേശം സെൻറ്റർ അതുവരെ ഡ്രാഗ് ചെയ്യാം. ഇതൊന്ന് താഴത്തോട്ടാക്കാം. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ അതിൽ ഒതുങ്ങി നിൽക്കുന്നുണ്ടാവും. നമുക്കൊന്ന് ഇൻസേർട്ട് ചെയ്യണം നമ്മൾ എടുത്ത ഇമേജ്. അപ്പോൾ ഇൻസേർട്ടിൽ പോവാം, ഇമേജസിൽ പോവാം. എന്നിട്ട് നമ്മൾ സ്ക്രീൻഷോട്ടാണ് എടുത്തിരിക്കുന്നത്. സ്ക്രീൻഷോട്ട് കാണുന്നത് പിക്ചേഴ്സിൽ സ്ക്രീൻഷോട്ട് എന്നുള്ളതിലാണ്. നമ്മളിപ്പോൾ എടുത്ത ഇമേജ് ഏറ്റവും താഴെ ഉണ്ടാവും സ്ക്രീൻഷോട്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം, ഓപ്പൺ കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു ഇമേജ് വന്നിട്ടുണ്ടാവും. നമ്മൾ നേരെ ഡ്രാഗ് ചെയ്തിട്ട് ഈ ഒരു സ്ഥലത്ത് അനുയോജ്യമായിട്ടുള്ളൊരു സ്ഥലത്ത് വയ്ക്കാം. നമുക്ക് ബാക്കിയുള്ള സ്ഥലത്ത് വേണമെങ്കിൽ ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ ടെക്സ്റ്റ് കൃത്യമായിട്ട് നമുക്കവിടെ ടെക്സ്റ്റും ഇമേജും കൂടി പ്ലേസ് ആയിരിക്കുന്നത് കാണാം. നമ്മുടെ സ്ലൈഡ് പ്രിപ്പയർ ആയിട്ടുണ്ട് രണ്ടാമത്തെ. ഇനി നമുക്ക് വേണ്ടത് ചിത്രത്തിന് അനുയോജ്യമായ അനിമേഷൻ നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ചിത്രത്തിൽ ഒന്ന് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഈ ഒരു റൈറ്റ് സൈഡിൽ ഏറ്റവും താഴെ ഒരു സ്റ്റാർ മൂവ് ചെയ്യുന്ന ഒരു ഐക്കൺ ഉണ്ടാവും. അത് അനിമേഷനാണ്. അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ആഡ് എഫക്റ്റ് എന്നുള്ളതിന് താഴെ ആഡ് എന്നുള്ളതുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് താഴെ എഫക്റ്റ് എന്നുള്ളതിൽ അപ്പിയർ, ഫ്ലൈൻ, അങ്ങനെ കുറേ ഉണ്ടാവും. അപ്പം ഞാൻ ഫ്ലൈനാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു പിക്ചർ അതേപോലെ ഫ്ലൈനാവും. അടുത്തായിട്ട് മൂന്നാമത്തെ സ്ലൈഡാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതിന് രണ്ടാമത്തെ സ്ലൈഡിൻ്റെ അവിടെ പോയിട്ട് ന്യൂ സ്ലൈഡ് എന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആ ഒരു ജെമിനിലുള്ള കണ്ടൻറ്റ് രണ്ടാമത്തെ സ്ലൈഡിലുള്ളത് ആദ്യം ഹെഡിങ് കോപ്പി ചെയ്യാം. എന്നിട്ട് ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ എന്നുള്ളതിൽ പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ ആ ഒരു ഫോണ്ട് സൈസ് ഒന്ന് കുറയ്ക്കാം.
പ്രോപ്പർട്ടീസിൽ പോവാം. ഇവിടെ ഫോണ്ട് സൈസ് 44 നമുക്കത് അനുയോജ്യമായി 26 കൊടുക്കാം. കുറച്ചുകൂടി നമുക്കത് വലുതാകാം, 28. ഇനി അടുത്തതായിട്ട് നമുക്ക് ആ ഒരു ബാക്കിയുള്ള കണ്ടൻറ്റും കൂടി കോപ്പി ചെയ്യാം. എന്നിട്ട് നമുക്കത് ഈ ഒരു സ്ലൈഡിൽ ക്ലിക്ക് ടു ആഡ് ടെക്സ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കേഴ്സർ വരും. പക്ഷെ നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെ അതിൻ്റെ സൈസ് ഒന്ന് ചെറുതാക്കണം. 32 സൈസ് വരുന്നത്, നമുക്കൊരു 20 ആക്കാം. എന്നിട്ട് നമുക്കത് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് അതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതിൽ സ്പേസ് വേണമെങ്കിൽ നമുക്ക് കുറയ്ക്കാം. ഓരോ പോയിന്റുകൾ തമ്മിലുള്ള സ്പേസ് നമുക്ക് വേണമെങ്കിൽ കുറയ്ക്കാം. ബാക്ക് സ്പേസ് അടിച്ചിട്ടാണ് കുറയ്ക്കുന്നത്, ഓപ്ഷനിലാണ്, ചെയ്യണം നിർബന്ധമില്ല. ഇപ്പോൾ നമ്മൾ ആ സ്പേസൊക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ സ്ലൈഡിൽ പറയുന്നത് വാച്ച് വീഡിയോ എന്ന ടെക്സ്റ്റ് ഉൾപ്പെടുത്തിയിട്ട് അതിലേക്ക് വേൾഡ് കൺസർവേഷൻ ഡേയുമായി ബന്ധപ്പെട്ടൊരു യൂട്യൂബിൻ്റെ ലിങ്ക് കൊണ്ടുവരാനാണ് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആ ഒരു ചോദ്യത്തിൽ പറഞ്ഞ പോലെ വാച്ച് വീഡിയോ എന്ന ടെക്സ്റ്റ് ഉൾപ്പെടുത്തിയിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ഏറ്റവും അവസാനമായിട്ട് ഹോം എന്നുള്ള വാക്കാണുള്ളത്. അപ്പോൾ അതിൽ എൻ്റർ കൊടുക്കാം. അപ്പോൾ താഴെ വേറൊരു കഴ്സർ വരും. അപ്പോൾ അതിൽ നമുക്ക് വാച്ച് വീഡിയോ എന്ന് ടൈപ്പ് ചെയ്യാം. ഇനി നമുക്ക് യൂട്യൂബിൽ നിന്ന് അനുയോജ്യമായ ഒരു വീഡിയോ തിരഞ്ഞെടുക്കാം. അപ്പോൾ അതിനാദ്യം യൂട്യൂബിൽ പോവാം. എന്നിട്ട് നമുക്ക് വേൾഡ് നേച്ചർ കൺസർവേഷൻ ഡേ എന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കുറേ വീഡിയോകൾ ഇവിടെ വരുന്നതായിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് ഏതെങ്കിലും ഒരു വീഡിയോ, ഏത് വീഡിയോ നമുക്ക് വേണമെങ്കിലും എടുക്കാം. അതിൽ നമുക്ക് ഏതെങ്കിലും ഒരു വീഡിയോ അതിൻ്റെ ലിങ്കാണ് നമുക്ക് വേണ്ടുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ആണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിൽ 3 ഡോട്ട് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഷെയർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ വരും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കോപ്പി എന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലിങ്ക് നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ നേരെ ഇംപ്രസ്സിൽ വരാം. വാച്ച് വീഡിയോ എന്നുള്ളത് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇൻസേർട്ട്, അതിൽ ഹൈപ്പർ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു വിൻഡോ ആണ് വരിക. അപ്പോൾ ആ വിൻഡോയിൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് കൊടുക്കാം, പേസ്റ്റ് എന്നുള്ളത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വാച്ച് വീഡിയോ എന്നുള്ളതിൽ ഹൈപ്പർ ലിങ്ക് ആയിരിക്കുന്നത് നമുക്ക് കാണാം. ഇനി നമുക്ക് അടുത്ത സ്ലൈഡാണ് നിർമ്മിക്കേണ്ടത്. റൈറ്റ് ക്ലിക്ക് കൊടുക്കാം, ന്യൂ സ്ലൈഡ്, ടൈറ്റിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ടൈറ്റിൽ കോപ്പി ചെയ്യാം. ടൈറ്റിൽ പേസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് അതിൻ്റെ സൈസ് ഒന്ന് ചെറുതാക്കാം. എന്നിട്ട് പേസ്റ്റ് ചെയ്യാം. അതേപോലെ നമുക്ക് അടുത്തത് കോപ്പി ചെയ്യാം. ഇവിടെ പേസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് അതിൻ്റെ സൈസ് നമുക്ക് ചെറുതാക്കാം. എന്നിട്ട് നമുക്ക് പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഗ്യാപ്പ് ഇടയിൽ വരും. അത് നമുക്ക് ബാക്ക് സ്പേസ് യൂസ് ചെയ്തിട്ട് കളയാവുന്നതാണ്. നമ്മൾ ആ ഒരു ലൈനിൻ്റെ തുടക്കത്തിൽ കഴ്സർ വയ്ക്കാം. ബാക്ക് സ്പേസ് അമർത്തുന്നതിനനുസരിച്ചിട്ട് അത് പിന്നോട്ട് പോകുന്നതായിരിക്കും. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ജെമിനിയിൽ നിന്ന് കോപ്പി ചെയ്യുമ്പോൾ അത് ആ ഒരു സ്പേസും കൂടി ഇതിലേക്ക് കോപ്പിയായി വരികയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത സ്ലൈഡ് നിർമ്മിക്കാം. ന്യൂ സ്ലൈഡ് കൊടുക്കാം. എന്നിട്ട് ജെമിനിയിൽ അടുത്ത ഹെഡിങ് കോപ്പി ചെയ്യാം. എല്ലാവർക്കും വെവ്വേറെ കണ്ടൻറ്റാണ് ജെമിനി തരിക. അപ്പോൾ ഒരേപോലത്തെ കണ്ടൻറ്റ് കിട്ടണം എന്നില്ല. പ്രോംപ്റ്റ് സെയിം ആണെങ്കിൽ കൂടി ഫോണ്ട് സൈസ് ചെറുതാക്കാം.
കോപ്പി ചെയ്യാം. പേസ്റ്റ് ചെയ്യുന്നതിന് മുന്നേയായിട്ട് സൈസ് ഒന്ന് കുറയ്ക്കാം. എന്നിട്ട് നമുക്ക് മുന്നേ ചെയ്ത പോലെ ബാക്ക് സ്പേസ് യൂസ് ചെയ്തിട്ട് ആ ഒരു സ്പേസ് നമുക്ക് കുറയ്ക്കാം. ഇപ്പോൾ നമുക്ക് വേണ്ട 5 സ്ലൈഡുകൾ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ഇനി ചോദ്യത്തിൽ പറയുന്നത് സ്ലൈഡുകൾക്ക് അനുയോജ്യമായ പശ്ചാത്തല നിറം നൽകണം, അതായത് ബാക്ക്ഗ്രൗണ്ട് നിറം നൽകാനാണ് പറയുന്നത്. അപ്പം നമുക്ക് ആദ്യത്തിന് ബാക്ക്ഗ്രൗണ്ട് നിറം നൽകേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ സ്ലൈഡ് എടുക്കാം. അതിന് തൊട്ടിപ്പുറത്ത് തന്നെ പ്രോപ്പർട്ടീസ് എന്നുള്ളതിൽ ഇങ്ങനത്തെ ഒരു വിൻഡോ ഉണ്ടാവും. അപ്പോൾ അതിൽ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളതിൽ നമുക്ക് കളർ എന്നുള്ളത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു കളർ ചൂസ് ചെയ്യാം, ലൈറ്റ് കളർ ചൂസ് ചെയ്യാം. അതേപോലെ തന്നെ മൂന്നാമത്തെ സ്ലൈഡ്, അതിൽ നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് യൂസ് ചെയ്യാം. ഒരേ കളർ കൊടുക്കണം നിർബന്ധമില്ല. ഓരോ സ്ലൈഡ് മാറുന്നതിനനുസരിച്ചിട്ട് വെവ്വേറെ കളർ നമുക്ക് കൊടുക്കാം. ഇനി ചോദ്യത്തിൽ പറയുന്നത് സ്ലൈഡുകൾക്ക് അനുയോജ്യമായ ട്രാൻസിഷൻ നൽകുക എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്ലൈഡ് എടുക്കാം. എന്നിട്ട് അതിൻ്റെ സൈഡിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്സ് എന്നുള്ള ആ ഒരു സിമ്പിളിന് താഴെയായിട്ട് സ്ലൈഡ് ട്രാൻസിഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യാം. നൺ എന്നാണ് ഇപ്പോൾ സെലക്ട് ആയിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ഇഷ്ടമുള്ള രീതിയിൽ ഏതെങ്കിലും, ഞാനിപ്പോൾ വൈപ്പ് എന്നുള്ളതാണ് ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ട്രാൻസിഷനായി. രണ്ടാമത്തത് ക്ലിക്ക് ചെയ്യാം. നമുക്ക് വേറൊരു ട്രാൻസിഷൻ കൊടുക്കാം. ചെക്കേഴ്സ് എന്നുള്ളൊരു ട്രാൻസിഷൻ നമ്മൾ കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ സ്ലൈഡ് എടുക്കാം. എന്നിട്ട് ബാർസ് എന്നുള്ള ട്രാൻസിഷൻ, ഓരോ സ്ലൈഡിനും വെവ്വേറെ ട്രാൻസിഷനാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ട്രാൻസിഷൻ കൊടുക്കാം. അഞ്ചാമത്തെ സ്ലൈഡ് സെലക്ട് ചെയ്യാം. ഷേപ്പ് എന്നുള്ള ട്രാൻസിഷൻ കൊടുക്കാം. നമ്മൾ അനുയോജ്യമായ ട്രാൻസിഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി പറയുന്നത് തയ്യാറാക്കിയ പ്രസൻറ്റേഷൻ യുവർ രജിസ്റ്റർ നമ്പർ _nature.otp എന്ന പേരിൽ സേവ് ചെയ്യാനാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ സേവ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഈ ഒരു അസൈൻമെൻറ്റിൽ 2 ആക്ടിവിറ്റികളാണുള്ളത്. 2 ആക്ടിവിറ്റിയും കൂടി ഒരുമിച്ചിട്ടൊരു ഫോൾഡറിലാക്കണം. അപ്പോൾ ഒരു ഫോൾഡറിൻ്റെ പേര് നമ്മൾ KDN ലെവലിൽ ഒരു അസൈൻമെൻറ്റിൽ ചെയ്ത പോലെ തന്നെ ഒരു ഫോൾഡർ നിർമ്മിക്കണം. രജിസ്റ്റർ നമ്പർ _module 3 എന്ന പേരിൽ ഒരു ഫോൾഡർ നിർമ്മിക്കണം. അപ്പോൾ അതിന് നമ്മൾ ഏതെങ്കിലും ഒരു ഇതിൽ പോവാം. എന്നിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ രജിസ്റ്റർ നമ്പർ _module 3 എന്ന പേരിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഇതെവിടെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് നമുക്കറിയണം. ഇനി ആ ഫോൾഡറിൻ്റെ ഉള്ളിലേക്ക് വേണം നമ്മൾ ഈ ഒരു ഇംപ്രസ് സേവ് ചെയ്യാൻ. രജിസ്റ്റർ നമ്പർ _nature എന്നുള്ള ഇതിൽ സേവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൽ ഫയലിൽ പോവാം, സേവിൽ പോവാം. എവിടെയാണോ ആ ഒരു ഫോൾഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതിൽ പോയിട്ട് രജിസ്റ്റർ നമ്പർ _nature എന്ന് സേവ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഇംപ്രസ് അതിൽ സേവ് ആയിട്ടുണ്ടാവും. രജിസ്റ്റർ നമ്പർ _nature.odp എന്നുള്ള പേരിൽ നമ്മൾ ഇംപ്രസിൻ്റെ ഇത് സേവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കി ഇംപ്രസ് സ്ലൈഡ് ഷോയിലൊന്ന് നോക്കാം ശരിയാണോ എന്ന്. ട്രാൻസിഷൻ നൽകിയിട്ടുണ്ട്. നമ്മുടെ സ്കൂളിൻ്റെ പേര് നമ്മൾ നൽകിയിട്ടുണ്ട്. അടുത്ത സ്ലൈഡ്, അതിൽ നമ്മൾ ഒരു അനിമേഷൻ കൊടുത്തിട്ടുണ്ട് ആ ഒരു പിക്ചറിന്. അതുകൊണ്ട് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് അത് വരിക, ഫ്ലൈൻ. പിന്നെ സ്പേസ് ബാർ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത ഇത് വരും. അതിൽ നമുക്ക് ഈ ഒരു വാച്ച് വീഡിയോ എന്നുള്ളതിൻ്റെ അടുത്ത് പോകുമ്പോൾ ആ ഒരു കഴ്സർ
മാറുന്നത് കാണാം. അതിനർത്ഥം ഹൈപ്പർ ലിങ്ക് ആയി എന്നുള്ളതാണ്. നമുക്ക് സ്പേസ് ബാർ അമർത്താം. അപ്പോൾ അടുത്തൊരു സ്ലൈഡ് വരും, ലാസ്റ്റ് സ്ലൈഡ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങൾ കൃത്യമാണ്, നമ്മൾ സേവും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഉൾപ്പെടുത്താനുള്ളത് രണ്ടാമത്തെ ആക്ടിവിറ്റിയായ കൈറ്റ് ബോർഡ് എന്നുള്ള ഇതാണ് ഫയൽ തയ്യാറാക്കാം എന്നുള്ളത്. അപ്പോൾ അത് അടുത്തൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും.